Good afternoon. So last class we discussed magnetic material. What is a magnetic material and what are the properties of a magnetic material? And magnetic material is classified into two: natural magnet and temporary magnet, or natural magnet are also known as permanent magnet, and temporary magnets are electromagnets. Okay. Then what is magnetic lines of force? Magnetic lines of force means it's a closed path radiating from north pole and passes through the surrounding and terminates at south pole. Then magnetic field, the total, the space around the magnet within which magnetic lines of force act. Okay, that is the total magnetic lines of force വരുന്ന ആ റീജിയനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. Then magnetic field ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. It has both magnitude and direction. And then we have discussed about electromagnets. That is, whenever a current is flowing through a conductor, a magnetic field is produced around that conductor. This effect is known as magnetic effect of electric current. This effect is used for making electromagnets. And one simple electromagnet is an iron core wound with an insulating wire. And when current passes through this wire, a magnetic field is produced around this wire. Okay. And we have seen the magnetic circuit. And basic definition. What is magnetic flux? Okay. So magnetic flux is defined as the total magnetic field lines passing through a given closed surface. So this we last class discuss ചെയ്തതാണ്. So ഒരു closed surface consider ചെയ്ത് കഴിഞ്ഞാൽ ആ closed surfaceലൂടെ flow ചെയ്യുന്ന complete magnetic lines of force, magnetic field linesനെയാണ് magnetic flux എന്ന് പറയുന്നത്. And its unit is Weber. Magnetic flux is denoted using the symbol phi. The phi എന്നാണ് പറയുക. Okay, phi. Symbol phi ആണ്. Then unit Weber. Then denote ചെയ്യുന്നത് WB എന്നാണ് denote ചെയ്യുന്നത്. So magnetic circuit magnetic flux analogous ആയിട്ട് electric circuit എടുക്കുകയാണെങ്കിൽ magnetic flux means എന്താണ്? Total magnetic lines of force ആണ്. So magnetic lines of force ആണ് ഈ magnetic field ഫ്ലോ ചെയ്യുന്നത്. അതായത് നോർത്ത് പോൾ ടു സൗത്ത് പോള് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ കംപ്ലീറ്റ് ഒരു റീജിയനിൽ ആ മാഗ്നറ്റിന് സറൗണ്ടിങ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ സറൗണ്ടിങ്സിലെ കംപ്ലീറ്റ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് വി ആർ കൺസിഡറിങ് ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത് കറണ്ട് ആണ്. അതേസമയം മാഗ്നറ്റിക് സർക്യൂട്ടിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ മാഗ്നറ്റിക് ഫ്ലക്സിലെ അനലോഗസ് ആയിട്ട്, അതായത് സിമിലർ ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിലെ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. മാഗ്നറ്റിക് ഫ്ലക്സിന് അനലോഗസ് ആയിട്ട് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിലെ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ. സോ ഇതുവരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദ നെക്സ്റ്റ് term magnetic flux density. Okay, so magnetic flux density term denote ചെയ്യുന്നത് B. Magnetic flux density denote ചെയ്യുന്നത് B ആണ്. So magnetic flux density is flux per unit area. ഓക്കെ. സോ അതിൽ നിന്ന് വേർഡ് മീനിങ് തന്നെ നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. സോ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്. അതായത് ഇപ്പം നമ്മളിങ്ങനെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കൺസിഡർ നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഓക്കെ. So we can consider these are the magnetic lines of force that is from north to south. ഒരു ചെറിയ പോർഷൻ മാത്രം എടുക്കുകയാണ്. ഓക്കെ. സോ നോർത്ത് ടു സൗത്ത് പോൾ. സോ ഈ രീതിയിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിന് റൈറ്റ് ആംഗിൾ ആയിട്ട് ഒരു ഏരിയ കൺസിഡർ ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു ഏരിയ. ഓക്കെ. സോ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. ഓക്കെ. സോ മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് ഈ ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മാഗ്നറ്റിക് ഫ്ലക്സ്
പെർ യൂണിറ്റ് ഏരിയ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്. അതായത് ഫ്ലക്സിൻ്റെ ഡയറക്ഷന് റൈറ്റ് ആംഗിൾസ് ആയിട്ട്, റൈറ്റ് ആംഗിൾസ് മീൻസ് പെർപെൻഡിക്കുലർ. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് ഏരിയ മീൻസ് എന്താണ്? ഏരിയ 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ അതായത് ഇപ്പോൾ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിട്ടും ഉള്ള ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഏരിയ എടുക്കുമ്പോൾ, പെർപെൻഡിക്കുലർ ആയിട്ട് യൂണിറ്റ് ഏരിയ അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ എടുക്കുമ്പോൾ ഈ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണ്? സോ ആ ഒരു ഫ്ലക്സിനാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്. ഓക്കെ, സോ ഫ്ലക്സിന് റൈറ്റ് ആംഗിളിലായിട്ട്, അതായത് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലൂടെ എത്ര മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്? സോ അതിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, സോ ഇഫ് എ ഈസ് ദി ടോട്ടൽ ഏരിയ കവേർഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ്, ദെൻ ബി ഈക്വൽ ടു 5/a എന്ന് എഴുതാം. ഓക്കെ, സോ അതായത് യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഒരു ഫ്ലക്സ് പാസ് ചെയ്യുന്ന കുറേ ഫ്ലക്സ് ലൈൻസ് ഉണ്ട്. സോ ഈ ഫ്ലക്സ് ലൈൻസ് കവർ ചെയ്തിരിക്കുന്ന ടോട്ടൽ ഏരിയ എ ആണ്. 5 ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ആൻഡ് എ ഈസ് ദി ടോട്ടൽ പെർപെൻഡിക്കുലർ ഏരിയ. അതായത് നമ്മൾ ഇതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ടോട്ടൽ ഏരിയ എ ആണ് വരുന്നത്. ദെൻ ടോട്ടൽ ഫ്ലക്സ് കവർ ചെയ്തിരിക്കുന്ന 5 ആണ്. ദെൻ ഫ്ലക്സ് ഡെൻസിറ്റി യു ക്യാൻ റൈറ്റ് ബി ഈക്വൽ ടു 5/a. സോ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈക്വൽ ടു 5/a, where 5 ടോട്ടൽ ഫ്ലക്സ് ആൻഡ് a ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ ഫ്ലക്സ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിറ്റ് ഏരിയയിലൂടെ എത്ര ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലക്സ്, അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇഫ് എ ഈസ് ദ ഏരിയ ആൻഡ് 5 ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വി ക്യാൻ റൈറ്റ് ബി ഈക്വൽ ടു 5/a. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്. ഓക്കെ, ആൻഡ് ബി ഈക്വൽ ടു 5/a ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലത്തിന് ആവശ്യം വരും. സോ ബി ഈക്വൽ ടു 5/a ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ. അതായത് വി ഹാവ് ഓൾറെഡി സ്റ്റഡിഡ് ദ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഈസ് വെബർ. Okay, and unit of area meter square. Okay, so 5/a means unit എന്തായിരിക്കും? വെബർ പെർ മീറ്റർ സ്ക്വയർ. സോ ഈ വെബർ പെർ മീറ്റർ സ്ക്വയറിന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ടെസ്ല. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എയ്തർ യു ക്യാൻ സേ ദ യൂണിറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ദ യൂണിറ്റ് ഈസ് ടെസ്ല. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ടെസ്ല ആണ്. സോ 5/a എന്നുള്ളതിന് 5 വെബർ ആണ്. 5ൻ്റെ യൂണിറ്റ് വെബർ, ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല. ഓക്കെ, സോ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഡിനോട്ട് ചെയ്യും. സോ ഇത് വെക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ദ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ആൻഡ് 5 ഈക്വൽ ടു b/a ആൻഡ് യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്നതാണ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, സോ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് പെർ ഏരിയ. ഓക്കെ, സോ I/a ആണ് കറണ്ട് ഡെൻസിറ്റി. സോ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 5/a. സോ 5ക്ക് ഫ്ലക്സിന് ഇക്വലൻ്റ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ആയിരുന്നു. സോ ഇവിടെ 5/a പറയുമ്പം അനലോഗസ് ടു, അനലോഗി വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓക്കെ, സോ അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പറയും അനലോഗി. എന്നാലും നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു. ഫ്ലക്സ് ഡെൻസിറ്റിക്ക് അനലോഗസ് ആയിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്, ദാറ്റ് ഈസ് I/a. ഓക്കെ, so next term, magnetomotive force or MMF. Okay, magnetomotive force or MMF. Magnetomotive force or MMF. So it is similar to EMF in electric circuit. Okay, so electric circuit le EMF എന്ന് പറയുന്നതിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന ടേം ആണ് MMF. Okay, so electric circuit എന്തായിരുന്നു EMF definition? EMF means force required to move electrons. Okay, so അവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്താലാണ് കറണ്ട് ഉണ്ടാവുന്നത്. സോ കറണ്ട് ഫ്ലോക്ക് വേണ്ടി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. സോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാനുള്ള ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? EMF. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫോഴ്സ് റിക്വയർഡ് ടു ഫ്ലോ ഇലക്ട്രോൺസ്. ഓക്കെ, സോ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്, electrons should
ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. സോ ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് വി ഹാവ് ടു അപ്ലൈ സം ഫോഴ്സ്. സോ അതിനാണ് എന്ത് പറയുന്നത് ഇ എം എഫ് ഓർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. സോ ഇ എം എഫിന് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇ എം എഫിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന ടേം ആണ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, so magnetomotive force means it's a force which produce flux in a magnetic circuit. Okay, so electromotive force electric circuit produce എന്താണ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് മീൻസ് കറണ്ട് ആണ്. ഓക്കെ, സോ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇ എം എഫ്. ദെൻ എം എം എഫ് ഇറ്റ്സ് എ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ഫ്ലക്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, സോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ാണ് എന്ത് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഏരിയയിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് ഓർ എം എം എഫ്. ഓക്കെ, സോ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് ഓർ എം എം എഫ് ഇസ് ദ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ഫ്ലക്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എം എം എഫ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ റൈറ്റ് എം എം എഫ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ. ഓക്കെ, സോ അതായത് ഇതൊക്കെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു കോറിൽ യു ക്യാൻ കൺസിഡർ എ കോർ ആൻഡ് ടേൺസ് ആർ a few number of turns are wound on this magnet. Okay, so this if n is the number of turns of this coil and I is the current flowing through this coil. Okay, so ഇവിടെ ഒരു ഇപ്പോൾ അയൺ പീസ് കൺസിഡർ അയൺ പീസിൽ വയർ വൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ വൗണ്ട് ചെയ്ത നമ്പർ ഓഫ് ടേൺസ്, അതായത് ടേൺ എന്ന് പറയുന്നത് ഒരിക്കൽ വൗണ്ട് ചെയ്തതിന് ഒരു ടേൺ ആയി, പിന്നെ നെക്സ്റ്റ് വൗണ്ട് ചെയ്ത സെക്കൻഡ് ടേൺ. ഓക്കെ, സോ അതുപോലെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ് ഐ ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് വരിക. ഓക്കെ, സോ ഇഫ് എ കറണ്ട് ഓഫ് ഐ ഫ്ലോയിങ് ത്രൂ ദിസ് n number of turns a magnetic field is produced here. Okay, so ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത് എം എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എൻ ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഐ ഈസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് കണ്ടക്ടർ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ ഓഫ് എം എം എഫ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് ഇക്വേഷൻ എം എം എഫ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ വെർ എൻ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഐ current flowing through the conductor. Okay, n number of turns of the wire and I current flowing through that wire. So where n is the number of turns of the coil or conductor and I is the current flowing in the coil. Okay, so അതാണ് എം എം എഫിൻ്റെ ഇക്വേഷൻ. ആൻഡ് യൂണിറ്റ് നമുക്ക് ഇക്വേഷൻ തന്നെ എഴുതാം. ഓക്കെ, സോ എം എം എഫ് ഈക്വൽ ടു എന്താണ് എൻ ഇൻറ്റു ഐ. n means number of turns ആണ്, I means current, and unit of current is ampere, and number of turns എന്ന് പറയുമ്പോൾ ടേൺസിന് അങ്ങനെ വേറെ യൂണിറ്റ് ഒന്നുമില്ല, ടേൺസ് തന്നെ പറയും. സോ യൂണിറ്റ് ഓഫ് എം എം എഫ് ഈസ് ആംപിയർ ടേൺസ്, അതായത് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയറും നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് ടേൺസ് എന്നുള്ളതിന് അതിന് ടേൺസ് തന്നെ പറയും, AT, അതാണ് ആംപിയർ ടേൺസ്. ഓക്കെ, so magnetomotive force is the force which produce flux in a magnetic circuit. ആ പേരും തന്നെ ഓർക്കുക, എം എം എഫ്, മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ് വേണ്ടത് ഫ്ലക്സ് ആണ് വേണ്ടത്. സോ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് മീൻസ് ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ഫ്ലക്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. If n is the number of turns and I is the current flowing through the coil, mmf equal to n into I and its unit is ampere turns. Clear ആണല്ലോ എം എം എഫ്? എല്ലാവരും ഉച്ചക്ക് ഉറക്കത്തിലാണോ? ആഷിഖ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ദെൻ എം എം എഫിന് അനലോഗസ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എം എം എഫിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്നത് എന്താണ് ഇ എം എഫ് ആണ്. ഓക്കെ, അനലോഗ് ഇ എം എഫ് ആൻഡ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, അതായത് ഇവിടെ എം എം എഫ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ ആണ്. സോ അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ എം എം എഫിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിലെ ക്വാണ്ടിറ്റിയാണ് ഇ എം എഫ് ആൻഡ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, so next term magnetic field strength or
ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, സോ ഇതെല്ലാ പേരും പറയുന്നത് ഒരേ ടേമിനെ തന്നെയാണ്. അപ്പോൾ 3 ടേമും എഴുതി വെക്കുക. കാരണം പ്രോബ്ലത്തിൽ ചില സമയം നിങ്ങൾക്ക് തന്നിരിക്കുക മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ കാൽക്കുലേറ്റ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, സോ ഇത് ഏത് പറഞ്ഞു കഴിഞ്ഞാലും ഇതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് 3 ടേം എഴുതി വെക്കുക. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, സോ എല്ലാം ഡിനോട്ട് ചെയ്യുന്നത്, ഈ 3 ടേമും ഡിനോട്ട് ചെയ്യുന്ന ഒരേ ക്വാണ്ടിറ്റീനെ തന്നെയാണ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഡിനോട്ടഡ് ബൈ ടേം എച്ച്. ഓക്കെ, എച്ച്. അതുപോലെ ഓരോ ടേമും മാറിപ്പോകാൻ പാടില്ല. കാരണം ഫ്ലക്സ് ഫൈ ആണ്, ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ബി ആൻഡ് എം എം എഫ്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എച്ച്. ഓക്കെ, കാരണം നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കും, ബി ഈക്വൽ ടു 5/a എന്ന് ഇക്വേഷൻ പഠിച്ചു വെക്കും. പക്ഷെ നിങ്ങൾക്ക് ബി എന്താണ് ഫൈ എന്താണെന്ന് അറിയാതെ ബി ഈക്വൽ ടു 5/a ഇക്വേഷൻ പഠിച്ചിട്ട് കാര്യമില്ല. സോ അതുകൊണ്ടാണ് ഓരോ ടേമും ഏതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ ബി മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി and H means magnetic field strength. Okay, so H, magnetic field strength or magnetic field intensity or magnetizing force. So mmf per unit length is known as magnetic field strength. Okay, so magnetic field strength എന്ന് പറയുന്നത് mmf, that is magneto-motive force എന്ന് പറയുന്നതാണ് mmf ആണ്. Okay, so mmf per meter length of the magnetic circuit. ഓക്കെ, സോ എം എം എഫ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫോഴ്സ് ആണ് എം എം എഫ്. ദാറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സർക്യൂട്ട്. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ ഇതാണ് ക്ലോസ്ഡ് സർക്യൂട്ട്, ഇതാണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എങ്കിൽ അതിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സർക്കംഫറൻസ്. ഓക്കെ, സോ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് ഇവിടെ ലെങ്ത് ആയിട്ട് വരും. അതായത് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്, സോ ഇത്രയും റീജിയൻ, ഇതാണ് ലെങ്ത് എൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സർക്കംഫറൻസ് ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇഫ് ആർ ഈസ് ദ റേഡിയൻ, ആർ ആണ് ഈ സർക്കിളിൻ്റെ റേഡിയസ് എങ്കിൽ സർക്കംഫറൻസ് എന്ത് വരും? 2πr വരും. ഓക്കെ, സോ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ്. സോ സർക്കംഫറൻസ് എൽ ഈക്വൽ ടു ഇവിടെ 2πr വരും. ഓക്കെ, സോ ഈ കംപ്ലീറ്റ് ലെങ്ത്തിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എം എം എഫ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് എം എം എഫ് പെർ യൂണിറ്റ് ലെങ്ത്, ഇത് എല്ലാണ് ലെങ്ത് എങ്കിൽ എം എം എഫ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എം എം എഫ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എം എം എഫ് അറിയാമെങ്കിൽ ദാറ്റ് ഡിവൈഡഡ് ബൈ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ എം എം എഫ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടും. സോ എം എം എഫ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ എച്ച്. ഓക്കെ, സോ മാഗ്നറ്റോ-മോട്ടീവ് ഫോഴ്സ്, മാഗ്നറ്റോ-മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് എം എം എഫ്. മാഗ്നറ്റോ-മോട്ടീവ് ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡിനോട്ട് ചെയ്യുന്ന ടേം എച്ച് ആണ്. സോ എം എം എഫ് പെർ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്, രണ്ടും നിങ്ങൾക്ക് ഐ പോലെ ഉണ്ട് കാണുമ്പോൾ. ഓക്കെ, സോ അത് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ആയതാണ്. സോ എച്ച് ഈക്വൽ ടു എന്താണ്? എം എം എഫ് പെർ ലെങ്ത് ആണ്. ഓക്കെ, സോ എച്ച് ഈക്വൽ ടു എം എം എഫ്, എച്ച് ഈക്വൽ ടു എം എം എഫ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. ആൻഡ് എം എം എഫ് ഈക്വൽ ടു എന്താണ്? എൻ ഇൻറ്റു ഐ. ഓക്കെ, സോ ഹിയർ എൻ ഇൻറ്റു ഐ ആൻഡ് ഇത് ഐ അല്ല, ഇത് എൽ ആണ്. ഓക്കെ, സോ എച്ച് ഈക്വൽ ടു എം എം എഫ് ഡിവൈഡഡ് ബൈ എൽ, ദറ്റ് ഈസ് എം എം എഫ് ഈക്വൽ ടു, ഇതിൽ ടൈപ്പ് ചെയ്തപ്പം ഐയും എല്ലും ഒരുപോലെ ഉണ്ട്, സോ അത് മാറിപ്പോകാൻ പാടില്ല. സോ എച്ച് ഈക്വൽ ടു എം എം എഫ് ഡിവൈഡ് ബൈ എൽ, എം എം എഫ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ആൻഡ് ലെങ്ത് എൽ. ഓക്കെ, സോ എച്ച് ഈക്വൽ ടു, we can write h equal to ni by l, then this cross multiply ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാം? hl equal to h into l equal to n into i. എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കുക. പ്രോബ്ലത്തിൽ ഏത് ഇക്വേഷൻസാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക എന്നറിയില്ല. ഓക്കെ, സോ എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കുക. സോ ഇവിടെ എൻ ഐ ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ, ഈ ടേം എൽ ആണ്. ഓക്കെ, സോ എൻ ഐ ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എൻ ഐ മീൻസ് എം എം എഫ്, സോ എം എം എഫ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ. ഇത് ഐ അല്ല, എം എം എഫ് ഈക്വൽ ടു ഹിയർ എച്ച് ഇൻറ്റു എൽ. ഓക്കെ, so magnetic field strength or magnetic field intensity is known as mmf per unit length, that is mmf divided by L.
സോ എം എം എഫ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ ആണ്. സോ എൻ ഐ ഡിവൈഡ് ബൈ എൽ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എൽ ഈക്വൽ ടു എൻ ഐ എന്ന് എഴുതാം. എൻ ഐ മാഗ്നറ്റ് ഓഫ് മോട്ടീവ് ഫോഴ്സ് ആണ്. സോ എം എം എഫ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, സോ ഇതിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക്കലിൽ വരുന്ന ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, സോ സിമിലർ ടു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് you can take electric field strength. Okay, so next term, permeability. So permeability means it's a property of a magnetic material which indicates the ability of a magnetic circuit to carry magnetic flux. Okay, or the ability of a material to conduct magnetic flux through. അതായത് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ എടുത്തു. ഇലക്ട്രിക് സർക്യൂട്ടിൽ for the current flow the material should be conducting. ഓക്കെ, സോ കണ്ടക്ടറിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ, ഇൻസുലേറ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ, സോ ആ കണ്ടക്ടിവിറ്റീനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കണ്ടക്ട് ചെയ്യാം, കറണ്ട് എത്രത്തോളം ഫ്ലോ ചെയ്യും. ഓക്കെ, സോ അതിന് ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കണ്ടക്ടിവിറ്റി. അതിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ടേം ആണ് പെർമിയബിലിറ്റി. ഓക്കെ, so it's an ability of a magnetic material to conduct magnetic flux through it. സോ അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ എത്രത്തോളം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടീനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് പെർമിയബിലിറ്റി. ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് പെർമിയബിലിറ്റി ഇൻ യുവർ ഫിസിക്സ് ക്ലാസ്സസ്. ഓക്കെ, സോ പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ എന്തായാലും പെർമിയബിലിറ്റി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, so permeability means it's a property of a magnetic material which indicates the ability of magnetic circuit to carry magnetic flux. Okay, so ഫ്ലക്സ് ലൈൻസിനെ പാസ് ചെയ്യാനുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എബിലിറ്റി. സോ അതിനാണ് എന്ത് പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് സർക്യൂട്ടിൽ കണ്ടക്റ്റ് എന്താണോ അതേ ടേമാണ് മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കുമ്പോൾ പെർമിയബിലിറ്റി വരും. പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് to carry or flow magnetic flux through it. Okay, അതായത് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അകത്തേക്കൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്, മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സിനെ പാസ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിൻ്റെ എബിലിറ്റി. സോ അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഹെൻറി പെർ മീറ്റർ. ഡിനോട്ട് ചെയ്യുന്നത് ടേം മ്യൂ. ഓക്കെ, സോ മ്യൂ എഴുതുമ്പോൾ യു അല്ല, ഇത് മ്യൂ ആണ്. ഓക്കെ, മ്യൂ ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മ്യൂ എഴുതാൻ അറിയില്ലേ, ഇത് യു അല്ല കേട്ടോ, മ്യൂ ആണ് ടേം. പെർമിയബിലിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ലെങ്ത് ആയിട്ടാണ്. ഓക്കെ, സോ ടേം പെർമിയബിലിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം മ്യൂ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഹെൻറി പെർ മീറ്റർ. ഓക്കെ, പെർമിയബിലിറ്റിൻ്റെ യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ്. നമുക്കിവിടെ മ്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ഓക്കെ, സോ നമ്മൾ സർക്യൂട്ടിലൂടെ എം എം എഫ്, അതായത് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് കാരണമാണ് ആ സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിനാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എച്ചിന് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അല്ലേ, അതായത് എം എം എഫ് കാരണമാണ് അവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എം എഫ് എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ദിസ് എം എം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച്. എം എം എഫ് പെർ എൽ ആണ് എച്ച് എന്ന് പറയുന്നത്. സോ എം എം എഫ് പ്രൊപ്പോർഷണൽ ടു എച്ച് എഴുതാം. സിമിലർലി ഫൈവ് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് എഴുതാം, ബി എഴുതാം. അതായത് ബി എന്ന് പറയുന്നത് 5/a ആണ്. സോ വി ക്യാൻ റൈറ്റ് ബി പ്രൊപ്പോർഷണൽ ടു എച്ച് എന്ന് എഴുതാം. ഓക്കെ, സോ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എം എഫ് or proportional to h എന്ന് എഴുതാം. സോ അതിൽ നിന്ന് തന്നെ b proportional to h എന്ന് എഴുതാം. ഓക്കെ, സോ b proportional to h and that proportionality term we can replace proportionality with constant mu, that is b equal to mu into h. Okay, so equation is important, b equal to mu into h, or we can write mu equal to എന്ത് എഴുതാം, ബി ഡിവൈഡ് ബൈ എച്ച്. എല്ലാ ടേംസും കൂടെ കൺഫ്യൂഷൻ ആയി പോകരുത്.
ബി പ്രൊപ്പോർഷണൽ ടു ഓരോ ടേമും എഴുതി വെക്കുക, ഇന്ന് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കുറേ ടേംസ് വരുന്നുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻസ് അതുപോലെ ഇക്വേഷൻസ്. ബി പ്രൊപ്പോർഷണൽ ടു എച്ച് ആൻഡ് ബി ഈക്വൽ ടു മ്യൂ എച്ച്. ഒരു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാം? മ്യൂ ഈക്വൽ ടു എച്ചിനെ ലെഫ്റ്റിലേക്ക് എടുക്കുക, മ്യൂ ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, അതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ടു കണ്ടക്ട് ഓർ ക്യാരി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, സോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യാനുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ എബിലിറ്റിക്കാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. then it is denoted using the term mu and its unit is Henry per meter. ഇനി ഓരോ മെറ്റീരിയലിനും പെർമിയബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഓരോ മെറ്റീരിയലിനും കണ്ടക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ കണ്ടക്ടിവിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് മെറ്റീരിയൽസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഹിയർ ഓൾസോ when we are considering magnetic material, this permeability will be different for different materials. Okay, so ഓരോ മെറ്റീരിയൽസിനും ഓരോ പെർമിയബിലിറ്റി ആണ് ഉണ്ടാവുക. സോ ഇഫ് വി ആർ കൺസിഡറിങ് എയർ ഓർ free space, we are denoting permeability using term mu 0. Okay, permeability general term mu ആണ്. then if you are taking permeability of free space or air, എയറിൻ്റെതോ ഫ്രീ സ്പേസിൻ്റെയോ പെർമിയബിലിറ്റി ആണ് എടുക്കുന്നതെങ്കിൽ ടേം മ്യൂ 0 വരും, അതായത് മ്യൂ സഫിക്സ് 0. ഓക്കെ, എയറിൻ്റെ കേസിലാണെങ്കിൽ മ്യൂ സഫിക്സ് ഒരു 0 വരും. മ്യൂ ജനറൽ മ്യൂ ആണ്, ദെൻ മ്യൂ സഫിക്സ് 0 വന്നു കഴിഞ്ഞാലാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ. ആൻഡ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, അതായത് ഓരോന്നിനും ഓരോ മെറ്റീരിയലിനും ഓരോ കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. പക്ഷെ എയറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. കേസ് ഓഫ് എയർ പെർമിയബിലിറ്റി മ്യൂ 0 ഈക്വൽ ടു 4 pi into 10⁻⁻7 ഹെൻറി പെർ മീറ്റർ. ഓക്കെ, യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ്. then 4 pi into 10⁻⁻7. സോ ഇതാണ് മ്യൂ 0ൻ്റെ വാല്യൂ. ഓക്കെ, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് 4 pi into 10⁻⁻7. so this is the permeability of free space or air, 4 pi into 10⁻⁻7 ഹെൻറി പെർ മീറ്റർ. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണല്ലോ ഡെഫിനിഷൻസ്? Okay, so similar to permeability of magnetic circuit, I have already told it's conductivity. Okay, analogous term എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് ആണെങ്കിൽ കണ്ടക്ടിവിറ്റി, അതിന് സിമിലർ ആയിട്ടാണ് പെർമിയബിലിറ്റി വരുന്നത്. സോ ഇലക്ട്രിക്കൽ അനലോഗി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി. നെക്സ്റ്റ് ടേം റിലേറ്റീവ് പെർമിയബിലിറ്റി, അതായത് ഇവിടെ നമ്മൾ പഠിച്ചത് പെർമിയബിലിറ്റി ആണ്. സോ നെക്സ്റ്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, സോ റിലേറ്റീവ് പെർമിയബിലിറ്റി മീൻസ് ratio of flux density produced in a material to the flux density produced in vacuum. Okay, so relative permeability, ratio of flux density produced in a material to the flux density produced in vacuum. So അതിനെയാണ് relative permeability എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെയിം ക്വാണ്ടിറ്റി മാഗ്നറ്റൈസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് ഒരു മീഡിയത്തിലും ഒരു മെറ്റീരിയലിലും. അതുപോലെ തന്നെ റേഷ്യോ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇതൊരു മെറ്റീരിയലാണ് ടു ദി ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ വാക്വം ഓർ എയർ. ഓക്കെ, സോ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു അപ്ലൈ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, സോ ഇഫ് വി ആർ അപ്ലൈയിങ് സെയിം എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് through a material and in vacuum, we will get different flux densities. Okay, അതായത് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് N ഇൻറ്റു I ആണ്. ഓക്കെ, സോ N ഇൻറ്റു I ആണ്. സോ നമ്മൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്, അതായത് ഇതുപോലൊരു മെറ്റീരിയൽ എടുക്കുകയാണ്, അതിൽ N നമ്പർ ഓഫ് ടേൺസ് വൈൻഡ് ചെയ്യാണ്. ദെൻ അതിലൂടെ ഇഫ് യു ആർ പാസിങ് സം കറണ്ട് I. ഓക്കെ, and another one we are winding n number of turns without core. So ഇവിടെ core ഇല്ല മീൻസ് എന്താണ്? ഇവിടെ എയർ ആണ്. ഓക്കെ, we are passing same amount of current I. Okay,
Here also number of turns is n and the current passing through this number of turns is I. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യും, ഈ കോറിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് പെർ ഏരിയനെയാണ് എന്ത് പറയുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കില്ല ഇതിൻ്റെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റി. ഇഫ് B1 ഈസ് ദി ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഹിയർ, B2 will be the flux density produced in എയർ. ഓക്കെ, സോ സെയിം മാഗ്നറ്റൈസിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിലും അതുപോലെ എയർ മീഡിയ ആയിട്ടുള്ളതിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ദെൻ ദ റേഷ്യോ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ. സോ ഇവിടെ മെറ്റീരിയലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, B1 ആണ്. ഓക്കെ, B1 ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ വാക്വം ഓർ എയർ. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, B2 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ റേഷ്യോനെയാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, സോ കമ്പയർഡ് ടു എയർ ഹൗ മച്ച് ഈസ് ദി ഫ്ലക്സ്, ഹൗ മച്ച് ഈസ് ദ റേഷ്യോ ഓഫ് അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ മീഡിയം. അതായത് ഈ എയറിനെ കമ്പയർ ചെയ്യുമ്പം എത്രത്തോളം ഫ്ലക്സ് ആണ് ഇതിൽ ഒന്നുകിൽ കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ, സോ ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ അതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. വിത്ത് റിലേറ്റ് ടു എയർ ഓർ വാക്വം എത്രയാണ് ഈ ഒരു മെറ്റീരിയൽ ആകുമ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ്. സോ ആ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, so that is the ratio of flux density produced in a material to the flux density produced in a vacuum if we are applying same amount of magnetic flux, same amount of MMF. ഓക്കെ, അതായത് രണ്ടിലും അപ്ലൈ ചെയ്യുന്ന MMF സെയിം MMF അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ റേഷ്യോനെയാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ബീൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞത് ഇൻ ടേംസ് ഓഫ് mu and h, b equal to mu into h ആണ്. ഓക്കെ, സോ ഇവിടെ B1 എന്ന് പറയുന്നതാണ് ഒരു മെറ്റീരിയൽ ആണ്. സോ ആ മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി mu ആണെങ്കിൽ ആൻഡ് h എന്താണ്, h ഈക്വൽ ടു ni/L ആണ്. ഓക്കെ, സോ ni എന്ന് പറയുന്നത് രണ്ടിലും സെയിം ni ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ രണ്ട് കേസിലും h സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് B1 ഈക്വൽ ടു mu ഇൻറ്റു h ആൻഡ് B2 ഈക്വൽ ടു എന്ത് എഴുതാം, ഇവിടെ എന്താ B2 എന്ന് പറയുന്നത് എയർ ആണ്. സോ എയറിൻ്റെ പെർമിയബിലിറ്റി ആണ് mu0 ഡിനോട്ട് ചെയ്യുന്നത്. സോ B2 ഈക്വൽ ടു mu0 ഇൻറ്റു h എന്ന് എഴുതാം. ഓക്കെ, സോ ഈ h ക്യാൻസൽ ആയിപ്പോയാൽ ഇവിടെ എന്ത് വരും, mu/mu0. ഓക്കെ, സോ റിലേറ്റീവ് പെർമിയബിലിറ്റി mu r ഈക്വൽ ടു, അങ്ങനെയാണ് ഇവിടെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ mu r ഈക്വൽ ടു ആണ് കേട്ടോ, mu r ഈക്വൽ ടു കോളൻ ആയിപ്പോയതാണ്. സോ mu r ഈക്വൽ ടു mu/mu0. So relative permeability ratio of flux density produced in a material to the flux density produced in vacuum with the same amount of MMF. And mu r equal to mu/mu0 and b equal to എന്ത് എഴുതാം, b equal to mu into h ആണ്. and in case of mu എന്ത് എഴുതാം, ഇവിടെ mu r equal to mu/mu0 ആണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ റൈറ്റ് mu equal to എന്ത് എഴുതാം, mu r into mu0. ഓക്കെ, സോ പ്രോബ്ലത്തിലെല്ലാം എപ്പോഴും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക mu0 നമുക്കറിയണം, ദാറ്റ് ഈസ് mu0 ഈക്വൽ ടു 4π × 10⁻⁻⁷. ആൻഡ് ഒരു മെറ്റീരിയലിന് എപ്പോഴും റിലേറ്റീവ് പെർമിയബിലിറ്റി ഇത്രയാണ്, mu വാല്യൂ ആണ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ mu r ഈക്വൽ ടു mu/mu0 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരാം, mu0 ലെഫ്റ്റിലേക്ക് എടുക്കാം. സോ mu ഈക്വൽ ടു mu0 ഇൻറ്റു mu r എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് b ഈക്വൽ ടു mu/h ആണ്. വി ഹാവ് know the equation. So ഇവിടെ mu പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, mu equal to mu0 into mu r. So b equal to mu0 mu r into h. Okay, so this is the relation between b and h. നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. മ്യൂവിന് പകരം റിലേറ്റീവ് പെർമിയബിലിറ്റിന്റെ ടേംസിൽ എഴുതി mu0 mu r into h. Okay, the next term, reluctance. Okay, so reluctance means opposition offered by the magnetic circuit to the establishment of magnetic flux in it. Okay, so reluctance ന് സിമിലർ ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിലെ ടേം എന്താ വരിക, reluctance means opposition offered by the electric circuit to the establishment of magnetic flux in it.
ഓക്കെ, അതായത് മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫ്ലക്സിന് വരുന്ന ഓപ്പോസിഷൻ, ഓക്കെ, സോ ആ ഓപ്പോസിഷനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇതിന് അനലോഗസ് ആയിട്ട് എന്താ ക്വാണ്ടിറ്റി? മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഫ്ലക്സിന് വരുന്ന ഓപ്പോസിഷൻ ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന ഓപ്പോസിഷൻ എന്താ പറയാ? മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഷാബാസ്, കറക്റ്റ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫ്ലക്സിനുള്ള ഓപ്പോസിഷൻ ആണ് റിലക്റ്റൻസ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ദെൻ ഓപ്പോസിഷൻ ടു കറണ്ട് ആണ് എന്ത്? റെസിസ്റ്റൻസ്. ഓക്കെ, സോ രണ്ടാൾക്ക് മാത്രമേ അറിയുള്ളൂ ഇത്രയും എടുത്തിട്ട്. സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസിന് സിമിലർ ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന ക്വാണ്ടിറ്റിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ കറണ്ടിനുള്ള ഓപ്പോസിഷൻ ആണ് റെസിസ്റ്റൻസ്, ഇവിടെ ഫ്ലക്സിനുള്ള ഓപ്പോസിഷൻ ആണ് റിലക്റ്റൻസ്. ഓക്കെ, സോ റിലക്റ്റൻസ് മീൻസ് ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ ദി മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സിന് ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷൻ ആണ് അവിടുത്തെ ആ ഒരു റെസിസ്റ്റൻസ്. ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് പോലെ ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. സോ ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുമ്പം അതിനൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, അല്ലെങ്കിൽ അതിന് ഓപ്പോസ് ചെയ്യും. സോ ആ ഓരോ ഓപ്പോസിഷനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ. സോ അതുപോലെ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ദിസ് റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് മാഗ്നറ്റിക് പാത്ത്. സോ ഒരു മാഗ്നറ്റിക് പാത്ത് എടുക്കുക, അതായത് ഓക്കെ, സോ ഇതിലൂടെയാണ്, ഈ ഒരു പാത്തിലൂടെയാണ്, ഔട്ടർ ഇതിലൂടെയാണ് ഫ്ലക്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഏരിയ കൂടുമ്പോഴെന്താണ്? ഇതിലൂടെ ഓപ്പോസിഷൻ കുറയും, അതായത് മോർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? കുറയും, അല്ലേ? റിലക്റ്റൻസ്, അതായത് ഓപ്പോസിഷൻ കുറയും. കുറേ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റും. അതേസമയം ലെങ്ത് കൂടുമ്പോഴെന്താണ്? അത്രയും ലെങ്ത്തിലേക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോവണം. സോ ആ ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഈ റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, അതായത് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ആ ഓപ്പോസിഷനും കൂടും. അതേസമയം ഏരിയ കൂടുമ്പോഴെന്താവും? ഓപ്പോസിഷൻ കുറയും. ഓക്കെ, സോ റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് മാഗ്നറ്റിക് പാത്ത്. Okay, so reluctance means this is the opposition offered by the circuit to the establishment of magnetic flux, and reluctance is directly proportional to length and inversely proportional to area of cross section of magnetic path. So we can write, if L is the length and A is the area of cross section, S proportional to L by A എന്ന് എഴുതാം. ആൻഡ് ഈ പ്രൊപ്പോർഷണാലിറ്റി, ഇത് ലെങ്ത് ആണ്, L ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റിയിട്ട് L ഡിവൈഡ് ബൈ മ്യൂ 0 മ്യൂ ആർ ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, സോ ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. റിലക്റ്റൻസ് എസ് ഈക്വൽ ടു L ഡിവൈഡ് ബൈ മ്യൂ 0 മ്യൂ ആർ ഇൻറ്റു എ. ഓക്കെ, സോ ബാക്കി നെക്സ്റ്റ് അവർ ഞാൻ തന്നെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.